നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ചിലർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാവരും ഹാജരാക്കേണ്ട രേഖയല്ല. കാരണം 2019 വരെ ഈ പെൻഷനൊക്കെ അനുവദിച്ച് വാങ്ങിക്കൊണ്ടിരുന്ന പലരിലും ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അവർ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവരാണ്. പ്രത്യേക പരിഗണന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കുടുംബ വാർഷിക വരുമാനമാണ് തെളിയിക്കേണ്ടത്. ഗുണഭോക്താവിൻ്റെ പേരിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എടുത്ത് ഇത് നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരുപക്ഷെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കാണും. ഇനി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തോ എന്ന കാര്യങ്ങളിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി ഒന്ന് പരിശോധിച്ചാൽ മതി. അവിടെ കുടുംബ വാർഷിക വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് വാർഷിക വരുമാനം അത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. കൊടുത്തിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ രേഖകൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു കൊടുക്കേണ്ടി വരും. സ്ത്രീ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ ആണ് വാങ്ങുന്നത് എങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ അത് കൃത്യമായിട്ട് ഏൽപ്പിക്കാനുള്ള സമയമാണ്. ജനുവരി മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം മുതൽ കൊടുക്കാത്തവർക്ക് പെൻഷൻ തടയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കുക. ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം ഇത് ഹാജരാക്കുന്നതിന്. ബന്ധപ്പെട്ട ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നമുക്ക് ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസർക്ക് സമർപ്പിക്കാം. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അത് കൃത്യമായിട്ട്, അതായത് ആക്റ്റീവായിട്ട് വെക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഈ KYC പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത OTP സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മളുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്ന നമ്പറൊക്കെയാണ് എങ്കിൽ ആ നമ്പറുകൾ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് OTP ലഭിക്കാതാകുകയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. പിന്നീട് ആധാർ മൊബൈൽ നമ്പർ ലിങ്കിന് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് ആക്റ്റീവ് ആകുന്നതിന് കുറച്ച് കാലതാമസവും ഉണ്ടാകും. അപ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ അപേക്ഷ വയ്ക്കേണ്ട സ്കീമുകളുടെ എല്ലാം സമയപരിധി അതെല്ലാം പിന്നിട്ടിട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്ക് പുതുതായിട്ടൊരു മൊബൈൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറാണ് ഇനി തുടർന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ നമ്പറിലേക്ക് ആധാർ ലിങ്ക് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലും എല്ലാം സാധിക്കുന്നതായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഏലം കൃഷി ചെയ്യുന്ന കർഷകർ അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സബ്സിഡിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കേര പദ്ധതി, കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ലോകബാങ്ക് സഹായത്തോടെയാണ് പ്രത്യേക സബ്സിഡി നമുക്ക് നൽകുന്നത്. ഹെക്ടറിന് 75,000 അതിന് മുകളിലും സബ്സിഡി നമുക്ക് ഉറപ്പാണ്. 2 ഹെക്ടറിന് വരെ സഹായമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 25 സെൻറ്റ് സ്ഥലത്തിലെങ്കിലും പുനഃകൃഷി ചെയ്യുന്ന കർഷകർക്കായിരിക്കും സഹായം ലഭ്യമാവുക. ഇപ്പോൾ നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏല കൃഷി ചെയ്യുന്നവർക്കും അതോടൊപ്പം റബ്ബർ കൃഷി ചെയ്യുന്നവർക്കുമാണ്. വളരെ വൈകാതെ കാപ്പി അതോടൊപ്പം തന്നെ ജാതി മറ്റ് പല കൃഷികൾക്കും ഈ സഹായം അനുവദിക്കുന്നതായിരിക്കും. ഇപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ യോഗ്യതയുള്ള കർഷകരെല്ലാം ശ്രദ്ധിക്കുക. സ്ഥലത്തിൻ്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകളോടൊപ്പം തന്നെ കർഷകൻ്റെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ പുനർനടീലിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട നഴ്സറിയെ സമീപിച്ചിട്ടുണ്ടാകും. അവിടുന്ന് കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ചെടികൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.